ഇന്നോളാണ് അമ്മ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാ ജോലി ചെയ്യുമെങ്കിലും കറികളൊന്നും ഞാൻ ആരെയും വയ്ക്കാൻ സമ്മതിക്കില്ല. എൻ്റെ കൈ കൊണ്ട് വയ്ക്കണം, അരയ്ക്കണം, വെക്കണം, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഞാൻ ഒരു സാമ്പാർ പോലും ഇവിടെ നിൽക്കണവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന അതേ രുചിയിൽ ഭക്ഷണം കിട്ടിയാലോ, അത് നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു കടയുണ്ട്. ഹോട്ടൽ രോഹിണിയാണ്. രോഹിണിയുടെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ തനത് നാടൻ ഊണാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ കഴിയുന്നത്. കൃത്യമായിട്ട് നമ്മൾ സ്ഥലം പറയുകയാണെങ്കിൽ, അതായത് പോത്തങ്കോട് നിന്ന് വെമ്പായത്തേക്ക് പോകുമ്പോൾ നന്നാട്ടുകാവാണ് ഈ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഒരു ഹോട്ടൽ. നമുക്ക് കാണുമ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവുമല്ലോ. നല്ല തൂശ നിലയിൽ നല്ല ചോറും അതുപോലെ തന്നെ അച്ചാറും അവിയലും കിച്ചടിയും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാമെന്നുള്ളതാണ്. മാത്രമല്ല മീനും മറ്റു വിഭവങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു രുചി തന്നെയാണ്. എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ച് അതിൻ്റെ രുചി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങളിത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന അതേ രുചിയാണ്. നാടൻ ശാപ്പാടെന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ, നമ്മൾ ഈ മാങ്ങ ഉണക്കിയിടുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. മുമ്പ് ഈ മാങ്ങ സീസൺ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അടമാങ്ങയുടെ അച്ചാറടക്കമുള്ള ഒരു വിഭവങ്ങളാണ് ഇവിടെ നിന്നുള്ളത്. അതുപോലെ തന്നെ വറുത്ത മീനുണ്ട്, മീൻകറിയുണ്ട്. സാധാരണ നമുക്കറിയാം ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കൂടിയുണ്ട്. ഊണിനൊക്കെ ക്രമാതീതമായിട്ട് വില വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ഇവിടെ നാടൻ ശാപ്പാട് ഈ അമ്മയാണ്, ഇന്ദിര അമ്മയാണ് ഈ ഹോട്ടലിൻ്റെ എല്ലാം. ഇപ്പോൾ